ഒന്ന് ഭാര്യ, ഒന്ന് മകള്. ഇല്ലേ? നിങ്ങൾ വെക്കുമെന്നൊന്നും എനിക്കറിയില്ല, ഉളുപ്പിൻ്റെ ഊക്ക് അത്ര ആയതുകൊണ്ട് നമുക്കറിയില്ല. ഞാൻ MV ഗോവിന്ദനോടാണ് ചോദിക്കണത്. നിങ്ങൾ പാർട്ടി സെക്രട്ടറി അല്ലേ സഖാവ് MV ഗോവിന്ദൻ? നിങ്ങൾ മുരളീധരനെ മാതൃകയാക്കണ്ട, നിങ്ങൾ ആന്റണിയെ മാതൃകയാക്കണ്ട, നിങ്ങൾ VS അച്യുതാനന്ദനെ മാതൃകയാക്കുക. ആ മനുഷ്യൻ്റെ മകൻ്റെ പേരിൽ ആരോപണം വന്നപ്പോൾ 9 പേജുള്ള കത്ത് CBIക്ക് എഴുതി. അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് VS അച്യുതാനന്ദൻ, നിങ്ങൾ CBIക്കും ക്രൈം ബ്രാഞ്ചിന് എഴുതണ്ട, നടുവണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിളിന് കത്ത് എഴുതും നിങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട്. അത് പറ്റുമോ? നിങ്ങൾ കൂളായിട്ട് തള്ളിപ്പറയാണ്. ആരെ? വീണനല്ല, സഖാക്കളെ. ഏത് സഖാക്കളെ? നിങ്ങൾക്ക് വേണ്ടി ബോംബുണ്ടാക്കിയ സഖാക്കളെ കൂളായിട്ട് തള്ളിപ്പറയുന്നതിനൊരു പരിധി വേണ്ടേ? എവിടം വരെ തള്ളിയെന്നറിയോ നിങ്ങൾ? DYFI CPMന്റെ പോഷക സംഘടനയല്ല. എന്തൊരു വർത്താനാടോ ഇത്! ആ കുട്ടികളെ റോട്ടുമല്ലാക്കല്ലേ നിങ്ങൾ ചെയ്യുന്നത്? നമ്മളെ നാട്ടിൻ പുറത്തൊരു വർത്താനം നിങ്ങൾ പറഞ്ഞാൽ ഇല്ലാണ്ടാവുമോ? ചെക്കൻ്റെ മോൻ തണ്ടറിയാം, വാപ്പാരാന്നറിയില്ലേ? ഇവിടെ DYFI നിങ്ങളെ കുട്ടികളെന്ന് ആർക്കാ അറിയാത്തത്? ഓൻ്റെ കയ്യിലെ ബോംബ്, ഓൻ്റെ കയ്യിലെ കത്തി, ഓൻ്റെ കയ്യിലെ കോടാലി കണ്ടറിഞ്ഞൂടെ നിങ്ങളെ CPMന്റെ പോഷക സംഘടനയാണെന്ന്? അങ്ങ് തള്ളിപ്പറയാൻ എന്താ സുഖം? അല്ലെങ്കിൽ MV ഗോവിന്ദൻ്റെ മോൻ ബോംബുണ്ടാക്കുമോ? പിണറായി വിജയൻ്റെ മോൻ ബോംബുണ്ടാക്കുമോ? EP ജയരാജൻ്റെ മോൻ ബോംബുണ്ടാക്കുമോ? MV ജയരാജൻ്റെ മോൻ ബോംബുണ്ടാക്കുമോ? ശ്രീമതി ടീച്ചറുടെ മകൻ, ശൈലജ ടീച്ചറുടെ മകൻ, AK ബാലൻ്റെ മകൻ, അവരൊക്കെ പൈസ ഉണ്ടാക്കും. നാട്ടുകാരുടെ മക്കളോ ബോംബുണ്ടാക്കും. നാട്ടുകാരുടെ മക്കള്, ഇവരെ മക്കള് പൈസ ഉണ്ടാക്കിയിട്ട് സുഖമായിട്ട് ജീവിക്കും. നാട്ടുകാരുടെ മക്കള് നെഞ്ചത്ത് ബോംബ് ഓട്ടിയിട്ട് ചത്തുമലച്ച് കിടക്കും. അല്ലേ? ഇതല്ലേ? നിങ്ങൾക്ക് ആ കുട്ടികളെ തള്ളിപ്പറയാൻ ഒരു പ്രയാസമില്ല. ഏതെല്ലാം കൊലപാതകം, എന്തെല്ലാം പ്രശ്നങ്ങൾ ഞാൻ വിശദീകരിക്കുകയല്ല. എന്തെല്ലാം! ഒരു കുഞ്ഞനന്തൻ മാത്രമല്ല, CH അശോകനുണ്ട്. ഫസൽ കൊലക്കേസിലെ 3 പ്രതികളുടെ കൊലയുണ്ട്. ഷുക്കൂർ വധക്കേസിലെ ഒരു പ്രതിയുടെയും ഔട്ട്സ്പോക്കൺ ആയിട്ടുള്ള ഒരു പ്രതിയുടെ ഭാര്യയുടെയും ദുരൂഹ മരണമുണ്ട്. മൻസൂറിനെ കൊലപ്പെടുത്തിയ 2ാം പ്രതിയുടെ ദുരൂഹ മരണമുണ്ട്. ഇതൊക്കെ ഒരു കൊള്ള സംഘത്തിൻ്റെ അല്ല, ഒരു കൊലയാളി സംഘത്തിന് പോലും നിരക്കാത്ത വിധമുള്ള കലാപ നിങ്ങളുടെ പാർട്ടി. എന്നിട്ടും AK ബാലൻ പറയാൻ സംഗതിയൊക്കെ ശരിയാണ്. ഇനി ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്, ഇതൊക്കെ ആയിക്കോട്ടെ, എന്നാൽ നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ഉപകാരം ചെയ്യണ്ടേ സഖാവ് പിണറായി വിജയൻ? നിങ്ങളിപ്പോൾ എന്താണ് ഒരു ജാഥ വന്നല്ലോ ഇവിടെ, ബസ്സിന് ലിഫ്റ്റ്, കക്കൂസ്, ബാത്റൂം, കുളിമുറിയൊക്കെ ആയിട്ട്. ആ ജാഥ പോയിട്ട് എത്ര മാസമായി? എന്താ നിങ്ങൾ നടുവണ്ണൂരിലെ പരിഹരിച്ചൊരു പ്രശ്നം? പേരാമ്പ്ര മണ്ഡലത്തിൽ, ബാലുശ്ശേരി മണ്ഡലത്തിൽ നിങ്ങൾ കണ്ടെത്തിയ ഫൈൻഡിങ്സ് എന്താണ്? പറയോ നിങ്ങൾ? അതിനെപ്പറ്റി പറയില്ല. ആ ജാതികൾ അതും അതിൻ്റെ വഴിക്ക് പോയി. നിങ്ങൾ എന്ത് പറഞ്ഞാലും പറയുന്നൊരു കാര്യമുണ്ട്, കേന്ദ്ര മോദിയല്ലേ ഭരിക്കുന്നത്? ആണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ മോദിനെ കുറിച്ച് പറഞ്ഞത്. പക്ഷേ നിങ്ങളൊരു മുഖ്യമന്ത്രിയല്ലേ, ഒരു ഫെഡറൽ സിസ്റ്റം അല്ലേ ഇത്? മുഖ്യമന്ത്രിൻ്റെ പണി എന്താ? കേന്ദ്രം ഭരിക്കുന്നു ഇങ്ങനെ ചിരിയും തോളിട്ട് നോക്കിക്കല അല്ലല്ലോ. ഇടക്കിടക്ക് ബസ്സിൽ ഇങ്ങനെ AC വെച്ച് പോവുക, ലിഫ്റ്റ് വെച്ച് പോവുക, വീട്ടിൽ സ്വിമ്മിങ് പൂൾ ഉണ്ടായിട്ട് മക്കളെ പേരെ കുട്ടികളെ പേരെ സ്വിമ്മിങ് ചെയ്ത് കളിക്കുക, പശുവിന് ഇങ്ങനെ പാട്ടൊക്കെ കൊടുത്ത് താരാട്ട് കൊടുത്ത് ഇങ്ങനെ ഉറക്കി കൊടുക്കുക. ഇതാണോ മുഖ്യമന്ത്രിൻ്റെ പണി? ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ നിങ്ങളുടെ റോളില്ലേ? സഖാവേ, ഞാൻ ചോദിക്കുന്നത്, കർണാടകയുടെ കേന്ദ്രം പാകിസ്ഥാനാ? തമിഴ്നാടിൻ്റെ കേന്ദ്രം ബംഗ്ലാദേശ? അല്ല, ഇന്ത്യ തന്നെയാണ്. എന്നാൽ നടുവണ്ണൂരിന്ന് 1 ലിറ്റർ പെട്രോൾ അടിച്ചിട്ട് നേരെ മംഗലാപുരത്ത് പോവും. 1 ലിറ്റർ പെട്രോളിന് 10 റുപ്യ കുറവാണ് മംഗലാപുരത്ത്. അതിൻ്റെ സംഭവം എന്താ? ഞങ്ങൾ സിദ്ധരാമയ്യ പൈപ്പ് ഇട്ടിട്ട് സൗദി അറേബ്യയിൽ നിന്ന് പെട്രോൾ കൊണ്ടുവരികയാണ്. എൻ്റെ ചങ്ങായിമാരെ, ഇതേ നരേന്ദ്രമോദി കൊടുക്കുന്ന പെട്രോൾ തന്നെയാണ് സിദ്ധരാമയ്യ 10 റുപ്യ കുറച്ച് കൊടുക്കുന്നത്. നിങ്ങളെന്താ ചെയ്യണത്? സിദ്ധരാമയ്യ എന്താണ് നരേന്ദ്രമോദി കൂട്ടും, നിങ്ങളാകെ 2 കൂട്ടും. എടാ, ഈ നടുവണ്ണൂരിലെ അരിയുടെ വിലയാണോ ഗുണ്ടിൽപേട്ടയിലെ അരിയുടെ വില? നടുവണ്ണൂരിലെ പഞ്ചസാരയുടെ വിലയാണോ ഗൂഡല്ലൂരിലെ പഞ്ചസാരയുടെ വില? ഇവിടുത്തെ സാധനങ്ങളുടെ പച്ചക്കറിയുടെ വിലയാണോ തമിഴ്നാട്ടിലും കർണാടകയിലും? അല്ലല്ലോ. എന്തിന് സാധനങ്ങളുടെ വില? ഈ സ്ത്രീകൾ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ സ്ത്രീകളൊക്കെ കർണാടകയിലും തമിഴ്നാട്ടിലാണെങ്കിൽ എന്തൊരു രസമായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. രാവിലെ വെറുതെ ഒന്ന് ബോറടിക്കുകയാണെങ്കിൽ നേരെ ബസ് കയറി കുത്തിർക്കുക, അങ്ങനെ പോവുക, നാട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് വൈകുന്നേരമാകുമ്പോൾ കുട്ടികളും ഭർത്താവൊക്കെ തിരിച്ചു വരുമ്പോഴത്തേന് ഫ്രീ ആയിട്ട് വീട്ടിലെത്തിയാൽ മതി. എന്താ കാര്യം? ബസ്സിന് പൈസ ഇല്ല. സ്ത്രീകൾക്ക് ഫുള്ള് ഫ്രീ ആണ്. തമിഴ്നാട്ടിലും ഫ്രീ ആണ്, കർണാടകയിലും ഫ്രീ ആണ്. നമ്മളെ നാട്ടിൽ ബസ്സിൻ്റെ ഫ്രീ പോട്ടെ, പൈസ കൊടുക്കാന്ന് വെക്കുക. പൈസയും കൊടുത്ത് ബസ് കയറാൻ നേരത്തുണ്ട് സർക്കാരിൻ്റെ ഒരു പരസ്യം. അതിൽ മുഖ്യമന്ത്രിൻ്റെ മോന്ത 2 ദിവസം വെള്ളം കുടിക്കൂല, ഉള്ള മൂഡ് പോയി പോവും. എന്ത് മുഖ്യമന്ത്രിയുടെ ഇത്?